ചോറിൻ്റെ അപ്പത്തിൻ്റെയും ഒക്കെ കൂടെ കഴിക്കാൻ പറ്റുന്ന ഓലക്കൊടി മീൻകറിയാണ് ചെയ്യുന്നത്. അതിനായിട്ട് ഇവിടെ ഒരു ചീനച്ചട്ടിയിലേക്ക് 20 വറ്റൽമുളക് ചൂടാകാനായിട്ട് ഇടുന്നുണ്ട്. ഒരു പിടി മല്ലിയും 1/4 ടീസ്പൂൺ ഉലുവയും കൂടി ചേർത്ത് ഇളക്കി നന്നായി ചൂടാക്കിയെടുക്കണം. ചെറുതായിട്ട് ചൂടാറി കഴിഞ്ഞാൽ മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് പൊടിച്ചെടുക്കണം. ഒരു പാത്രത്തിലേക്ക് 5 കഷ്ണം കുടംപുളി ഇട്ട ശേഷം 1/4 ടീസ്പൂൺ ഉപ്പ് ചേർത്ത് 1/4 ഗ്ലാസ് വെള്ളം കൂടി ഒഴിച്ച് പുളി കുതിർക്കാനായിട്ട് വെക്കണം. ഇനി ഒരു മൺചട്ടി അടുപ്പത്ത് വെച്ച ശേഷം 1 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ ഒന്ന് ചുറ്റിച്ച ശേഷം ചൂടായി കഴിയുമ്പോഴത്തേക്ക് ഇതിലേക്ക് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 3 ടേബിൾ സ്പൂൺ എരിവില്ലാത്ത കാശ്മീരി മുളക് പൊടിയും കൂടി ചേർത്ത ശേഷം പൊടിച്ചു വെച്ചിരിക്കുന്ന മല്ലിയും മുളകും കൂടി ചേർത്ത് കൊടുക്കാം. ഇതും ഏകദേശം 3 ടേബിൾ സ്പൂൺ ഉണ്ടാകും. അരപ്പ് കരിഞ്ഞു പോകാതെ കുറച്ച് വെള്ളം കൂടി ഒഴിച്ച് ഇളക്കിയ ശേഷം കുതിർത്ത കുടംപുളി അതിൽ ഉപ്പോടുകൂടി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അരപ്പ് നന്നായി തിളച്ച് കഴിഞ്ഞാൽ ഇതിലേക്ക് കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന 1.5 കിലോ ഓലക്കൊടി മീനിൻ്റെ കഷ്ണങ്ങൾ ഇട്ട് കൊടുക്കാം. മീൻ വെള്ളത്തിൽ മുങ്ങി കിടക്കുന്ന അളവിൽ വെള്ളം ഒഴിച്ചു കൊടുക്കണം. ഒന്ന് ഇളക്കിയ ശേഷം മീഡിയം സൈസിൽ ഒരു കഷ്ണം ഇഞ്ചി അരിഞ്ഞതും ഒരു പിടി കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കാം. അടച്ചു വെച്ച് വേവിക്കാം. നന്നായി തിളച്ച് കഴിഞ്ഞാൽ ഫ്ലെയിം കുറച്ച് ഇട്ട് വേവിച്ചെടുക്കാം. ചെറിയ തീയിൽ 20 മിനിറ്റ് വേവിച്ചതിന് ശേഷം ഫ്ലെയിം ഓഫ് ചെയ്യാവുന്നതാണ്. ഇനി കടുക് വറുക്കാനായിട്ട് ഒരു പാത്രം വെച്ച ശേഷം അതിലേക്ക് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ ചൂടായി കഴിയുമ്പോഴത്തേക്ക് ഇതിലേക്ക് 1/4 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കാം. കടുക് പൊട്ടിക്കഴിഞ്ഞാൽ 6 ചെറിയ ഉള്ളി ചെറുതായിട്ട് അരിഞ്ഞത് ഇട്ട് കൊടുക്കാം. ഉള്ളി മൂത്ത് നിറം മാറി വരുമ്പോൾ 6 വെളുത്തുള്ളി ചേർത്തിളക്കിയ ശേഷം ഒരു തണ്ട് കറിവേപ്പില കൂടി ഇട്ട് കൊടുത്ത ശേഷം ഫ്ലെയിം ഓഫ് ചെയ്യാവുന്നതാണ്. ഇതിനെ മീൻ കറിയിലേക്ക് ചേർത്ത് കൊടുക്കാം. അടച്ച് 10 മിനിറ്റ് വെച്ചിരുന്ന ശേഷം ഉപയോഗിക്കാവുന്നതാണ്. പൊറോട്ടയ്ക്കും അപ്പത്തിനും പത്തിരിക്കും ബ്രെഡിനോടൊപ്പം വിളമ്പാവുന്ന മീൻ കറിയാണിത്. ഓലക്കൊടി മീൻ ഇത്തരത്തിൽ കറി വെച്ച് കഴിച്ചു നോക്കിയ ശേഷം അഭിപ്രായം അറിയിക്കുക. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്കും ഷെയറും ചെയ്യുന്നതിനോടൊപ്പം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ബെൽ ബട്ടൺ കൂടി ഇനേബിൾ ചെയ്തോളൂ. മറ്റൊരു നല്ലൊരു വിഭവമായി മറ്റൊരു അവസരത്തിൽ വീണ്ടും കാണാം. താങ്ക്